ലെബനൻ ഇസ്രായേൽ കരാർ ധാരണയായി. അതിലൊരു സംഭവം ഉണ്ടായി, കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടി. അതിഭയങ്കരമായി ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയൊക്കെ ആരാധകരായിരുന്നല്ലോ, ഇറാൻ്റെയും. ഇവർക്ക് വേണ്ടി പറയുകയാണ്, ലെബനീസ് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയെ തഴഞ്ഞു. അവർക്കൊറ്റ ആവശ്യമേ ഉള്ളൂ, ഹിസ്ബുള്ളയുടെ പ്രസൻസ് അവിടെ ഉണ്ടാകരുത്. അതിനുവേണ്ടി ഇൻ്റർനാഷണലായിട്ട് ഇടപെടണം. കരാറിൽ മറ്റൊരു ധാരണയുണ്ട്, എത്രമാത്രം തെക്കൻ മേഖലയിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ട് ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന്, അവിടെ ഇസ്രായേലി ആർമിക്ക് തുടരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇമ്മാർക്ക് പൊട്ടന്മാരാണ്, ഇവരുടെ കയ്യിൽ നിന്നെല്ലാം. പിന്നീട് എന്താണ്, ലെബനിൽ എവിടെയെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി ഇസ്രായേലി ആർമിക്ക് പെർമിഷൻ കൊടുത്തു. അതായത് ലെബനീസ് സർക്കാരും തീരുമാനിച്ചു ഹിസ്ബുള്ള ഇവിടുന്ന് കയറ്റാൻ പറ്റില്ല. അവരുടെ രാജ്യവും എല്ലാം ഇതിനെ തകർത്തു. ഇതാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞു, ഈ വാർ തുടങ്ങിയപ്പോൾ ഇവിടെ പോകാൻ പോകുന്നത് ഈ ലെബനൻ്റെ കയ്യിൽ നിന്നും ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് ലെബനൻ പോവും, ഇറാൻ്റെ ക്ലച്ചസ് പോവും. ഇതാണ് സംഭവിച്ചു അവസാനം. പിന്നീട് മറ്റൊന്നുണ്ടായി, സിറിയയിൽ നിന്നും ലെബനിലോട്ട് വരുന്ന പ്രധാനപ്പെട്ട വഴികൾ, അതായത് ബ്രിഡ്ജും പരിപാടികളും, അതായത് പ്രധാനപ്പെട്ട ബ്രിഡ്ജുകൾ, ഇതെല്ലാം പൊളിച്ചു കളഞ്ഞു. ഇസ്രായേൽ ഓൾറെഡി പൊളിച്ചു കളഞ്ഞു. പിന്നെ ലെബനനിലെ ബെയ്റൂട്ടിലുള്ള അവരുടെ താവളങ്ങൾ എവിടൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ലെബനൻ ഗവൺമെൻറ് ഇസ്രായേലിന് കൈമാറും. അതായത് പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു ലെബനൻ. അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡീൽ ഈസ് ക്ലോസ്ഡ്. കാരണം ഡീല് പ്രാപ്തിയിലുണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ സൈനിങ് എഗ്രിമെൻറ്റും വരും. ഫ്രാൻസും അതിനെ സ്വാഗതം ചെയ്തു, അവിടെ സമാധാനം വരണം. ഇതാണ് അവസാനം ഉണ്ടായത്. അതായത് ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും ലെബനൻ സർക്കാരും അവർ തഴഞ്ഞു. അങ്ങനെ നേതാക്കളെ എല്ലാം തട്ടിക്കോളാൻ പറഞ്ഞു. എവിടെയൊക്കെ ഉണ്ട്, അതായത് എവിടെയൊക്കെയുണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ലെബനീസ് സർക്കാർ ഇസ്രായേലിന് കൈമാറും. ഇപ്പം ലെബനൻ പുനർനിർമ്മിക്കാൻ വേണ്ടി അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സഹായം കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ജനാധിപത്യ ഗവൺമെൻറ് വരണം. കാരണം അവിടെയുള്ളവന്മാർ ഇതിനെ കൊണ്ടെങ്കിൽ പ്രശ്നമായി. കാരണം അതേപോലെയാണ് ഷിയ മിലിറ്റൻ്റ് ആ ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കിയെടുത്തത്. 65,000 പേരായിരുന്നു. ഇനിയും നോക്കാം എത്ര പേരാണ് ലെബനീസ് സിവിലിയൻസും പാവം പിടിച്ചവരെല്ലാം മരിച്ചത്. ഏകദേശം 3,800. അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി പറയുന്ന കണക്ക്. ഹിസ്ബുള്ളയുടെ കണക്ക് അതിൻ്റെ അകത്തില്ല. ഹിസ്ബുള്ള ഏകദേശം 15,000-20,000 പേര് തീർന്നു പോയി. പലരും പിന്നെ അവിടെ വിട്ട് സിറിയയിലോട്ടും അങ്ങോട്ടൊക്കെ ഓടിപ്പോയേക്കുകയാണ്. ചിലരൊക്കെ അവിടുന്ന് ഇറാനിലോട്ട് ഓടിയിട്ടുണ്ട്. അതായത് അവിടുത്തെ അവരുടെ മേജറായിട്ടുള്ള മിലിറ്റൻറ്റ്, അതായത് ഭീകരപ്രവർത്തകരുടെ അവരുടെ സ്ട്രക്ചർ മുഴുവനും തകർത്തു. പിന്നെ എവിടൊക്കെയോ അവിടെ ഇരുന്ന് അവർ മിസൈൽ വിടുന്നുണ്ട്. ഇതെവിടെ ചെന്ന് പതിക്കുന്നൊന്നും അറിയത്തില്ല. ചിലതൊക്കെ ഇസ്രായേലിൽ വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ അവിടെ മരണമൊന്നും സംഭവിച്ചത്, കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതാണ് അവസാനം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വാറ് തുടങ്ങുമ്പോൾ, എൻ്റെ ഒക്ടോബർ 7-ാം തീയതി ഈ വാറ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഇസ്രായേലിനെ തകർത്തു, ഇസ്രായേലിനെ പിടിക്കും, ഹമാസ് അതാണ്, ഹിസ്ബുള്ള അതാണ്, ഹൂത്തികൾ അതാണ്. എവിടെ പോയി? അവിടെയുള്ള ജനങ്ങൾക്ക് ഇവരെ മടുത്തു. ഗാസയുടെ സ്ഥിതി കണ്ടോ? ദയനീയം, അതിദയനീയം. അതുമല്ല ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ICC അതിൽ അംഗമല്ലാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ട്. അതിലംഗമല്ല. അമേരിക്ക അംഗമല്ല, ചൈന അംഗമല്ല, റഷ്യ അംഗമല്ല. പിന്നെ ഇവൻ്റെ അറസ്റ്റ് വാറണ്ട് കൊണ്ട് എന്തു കുന്തം നടക്കാനാണ്? കാരണം അമേരിക്കയും മറ്റുള്ള പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും ഇതിനെ അംഗീകരിക്കുന്നില്ല. ICC ഇൻ്റർനാഷണൽ കോർട്ട് ഇതിനെയാണ് വലിയ സംഭവമായിട്ട് കേരളത്തിൽ പറഞ്ഞത്. ഇതിനെ ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അവസാനം എങ്ങനെയാണ് ഇപ്പോൾ ഗാസ തീർത്ത് നാശമായി. 45,000-47,000 പേര്, 1.25 ലക്ഷം പേര് സീരിയസ്ലി ഇഞ്ചുവേർഡായി. അതില്ലാതായി. വെസ്റ്റ് ബാങ്ക് അനക്സേഷനായിട്ട് പിടിച്ചെടുത്തു. ലെബനനുമായിട്ട് അവിടുത്തെ സർക്കാരുമായിട്ട് ധാരണയായിട്ട് ലെബനീസ് പട്ടാളത്തെ ഇസ്രായേലി ആർമി അവരുണ്ടാക്കിയിട്ട് അവിടെയുള്ള ജനങ്ങളുമായിട്ട് ചേർന്ന് അവരെ ട്രെയിൻ ചെയ്യും ഇസ്രായേലി ആർമി. ഇതാണ് ഉണ്ടായത്. ആ ഭാഗം പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കും. ഇതാണ് ഞാൻ പറയുക, ഇതിൻ്റെ തുടക്കം എങ്ങനെ ഉണ്ടായി. അവസാനം ട്രംപ് വരുന്നു, പേടിച്ചു. കാരണം പൂർണ്ണമായിട്ട് ലെബനീസ് സർക്കാരിനറിയാം ട്രംപ് വന്നു കഴിഞ്ഞ് ഇതായിരിക്കത്തില്ല. ഇനി അമേരിക്കൻ ബേസ് ലെബനനിൽ വരും. അതോടുകൂടി സംഭവം എന്നേക്കുമായിട്ട് ഹിസ്ബുള്ള തീർന്നു പോയി. ഇറാൻ്റെ പ്രോക്സി നശിച്ചു പോയി. ഇതേ പറഞ്ഞുള്ളൂ.
ഇതിനെ ആരൊക്കെയാണ് സ്വാഗതം ചെയ്തേക്കുന്നത്? ജോർദാൻ, സൗദി അറേബ്യ, UAE, ഇവരൊക്കെ ഇവരല്ലാതെ ബാക്ക് ഡോർ ടോക്സ് നടക്കില്ല. ഇവരോടൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് ഡീല് ക്ലോസ് ആയി. ലെബനീസ് സർക്കാരുമായി ധാരണയായി. ഹിസ്ബുള്ളയെ പുറത്താക്കുക. എല്ലാവർക്കും താല്പര്യം ഇവന്മാരെ പുറത്താക്കുക. ഇവരുടെ ലക്ഷ്യം ആദ്യം സുന്നിയാണ്, പിന്നീട് ഇസ്രായേലിലോട്ട് തിരിഞ്ഞു കാരണം എഗെയിൻസ്റ്റ് അമേരിക്കൻ ഇൻട്രസ്റ്റ്. ഇതേ പറഞ്ഞുള്ളൂ. ഇനി ഇറാൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബേസിക്കലി ഇറാൻ ബാക്ക് ഡോർ ടോക്സ് അമേരിക്കയുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇറാൻ്റെ ആധ്യാത്മിക സ്പിരിച്വൽ നേതാവ്, അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ പറഞ്ഞു തിരിച്ചടിക്കും. പറഞ്ഞേ ഉള്ളൂ, അവനെ പിടിച്ചകത്തിട്ടു. ഇതാണ് ഇറാനിൽ സംഭവിക്കുന്നത്. കാരണം അവിടെ പിടിച്ചു നിൽക്കണ്ടായോ? നിങ്ങൾ ഈ കേരളത്തിൻ്റെ മുക്കിനും മൂലയ്ക്ക് ഇരുന്ന് പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ ജിയോ പൊളിറ്റിക്സ് നടക്കുന്നത്. അത് ഇറാൻ എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിനും അറിയാം അവരുടെ കയ്യിലൊന്നുമില്ല. എന്ത് വെച്ചാൽ തിരിച്ചടിക്കും? ഇനി ട്രംപ് വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ കയറി ബോംബ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഇതൊക്കെ പല ഇഷ്യൂസ് ഉണ്ട്. ഒരു ഇഷ്യൂ ആയിട്ടല്ല ഇത് പോകുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഇസ്ലാമിക തീവ്രവാദം, ടെററിസം, അതിന് അറുതി കുറിക്കുന്ന രീതിയിലാണ് ഈ ഒക്ടോബർ 7 ഉണ്ടായത്. ഹമാസ് തീർത്തു കൊടുത്തു, ഹൂത്തികളെ ശരിക്കും അടിച്ചങ്ങ് നാശമാക്കി കൊടുത്തു, ഹിസ്ബുള്ളയും തീർത്ത് കൈ കൊടുത്തു. ഇനി അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, അതും ഇങ്ങ് തീർത്തം കൊടുക്കും. അതുകൊണ്ടാണ് ലെബനീസ് സർക്കാർ പറഞ്ഞ് ഇസ്രായേലിന് ഇഷ്ടമുള്ളിടത്ത് വന്ന് ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി ബോംബ് ചെയ്യുക, ഞങ്ങളുടെ പട്ടാളത്തെ ട്രെയിൻ ചെയ്ത് തരും, നല്ലൊരു പട്ടാളത്തെ ഉണ്ടാക്കിയെടുക്കുക, ഞങ്ങൾക്കൊരു നല്ല രാജ്യമായിട്ട് മുന്നോട്ട് പോകണം, ഞങ്ങൾ ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. സിറിയയ്ക്കും ആണെങ്കിൽ അസാദിനെ പറ്റി യാതൊരു വിവരം എവിടെ പോയെന്ന് അറിയത്തില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് സിറിയയിലുള്ള ഹിസ്ബുള്ള താവളങ്ങളെയാണ്. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ നമ്മൾ പണ്ട് കേട്ടൊരു ചരിത്രം പോലെ ആയി മാറും. അതൊന്നും ആയിരുന്നില്ല, അത് വലിയ സംഭവമായിരുന്നു. ഇറാനിൽ കിട്ടുന്ന ഓയിലിൻ്റെ പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് 40 വർഷത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്താണ് ഹിസ്ബുള്ള. എത്രമാത്രമാണ് ഇറാൻ സൈനിക കയ്യിൽ ആയുധങ്ങളുള്ളത്, അതേപോലെ ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആയുധങ്ങളുടെ സ്റ്റോക്ക് ഏകദേശം ഓൾമോസ്റ്റ് തീർന്നു. അത് കുറച്ച് ഹൂത്തികൾ കൊണ്ട് അവനെയും തീർത്തു. അപ്പോൾ ഇതാണ് പറയുന്നത്, ഈ ടെററിസം, സമാധാനമില്ലായ്മ, മതതീവ്രവാദം, ഇതിനൊക്കെ അറുതിയുണ്ട്. എത്രമാത്രം ജിയോ പൊളിറ്റിക്സ്, കാരണം ഒരു രാജ്യങ്ങൾക്ക് ഇതിനോട് ചേരുവാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയെ അടിച്ചപ്പോഴും, ലെബനനെ അടിച്ചു കഴിഞ്ഞപ്പോഴും, ഹമാസിനെ അടിച്ചപ്പോഴും, സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ നിശബ്ദമായി നിന്നു. അവിടെ ഇവിടെയൊക്കെ ചിലരെ സൂചിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നല്ലാതെ യാഥാർത്ഥ്യം ഇതൊന്നും അല്ല. യാഥാർത്ഥ്യം ഇവർക്കെല്ലാം താല്പര്യമാണ് ഇസ്രായേലിനെ കൊണ്ട് ഇവരെ ഒതുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജോർദാനും ഈ രാജ്യങ്ങളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് തുരുമ്പ് കാട്ടാൻ ശ്രമിച്ച ഖത്തർ അവനെ പിടിച്ചങ്ങ് ഒതുക്കി. കാരണം ഖത്തറിൻ്റെ ഒന്നും സാന്നിധ്യമില്ലാതെ തന്നെയാണ് ഈ ലെബനനുമായിട്ട് നേരിട്ട് ടോക്സ് നടത്തിയത് അമേരിക്ക, കരാറുമായി. ഇതാണ് ഉണ്ടായത്. എവിടെ പോയി ഹിസ്ബുള്ള? എവിടെ പോയി ഹമാസ്? ഹോസ്റ്റേജസിൻ്റെ പ്രശ്നമുണ്ട്. അത് ഡീല് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇത്രയും നാൾ ചിലരുടെ ഫോട്ടോകളും വീഡിയോ ഒക്കെ ഇവർ പുറത്തു വിടുന്നുണ്ട് ഹമാസ്. പക്ഷേ അതും കാരണം ഒരു ലോകത്താരും തന്നെ ഇതേപോലെ കിഡ്നാപ്പ് ചെയ്ത് ഭീകരപ്രവർത്തനം നടത്തുന്നതിന് അനുകൂലിക്കുന്നില്ല. എല്ലാവർക്കും സമാധാനമാണ് ആവശ്യം. അത് ചില മതത്തിലെ ചില ഗ്രൂപ്പുകളും ഭീകരപ്രവർത്തകരും മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില വഹാബിസോ സലഫിസോ മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ ഒരു സമയത്ത് നമ്മൾ ഒക്ടോബർ 7 ശേഷം പൂർണ്ണമായിട്ടും നിശബ്ദമായി. അവർ പറഞ്ഞ് ഇതിനൊരു അറുതി ഉണ്ടാകണം, ഇത് തീർന്നേ. കാരണം അവരുടെ എക്കോണമി, അവരുടെ രാജ്യത്തെ, അവരുടെ സുരക്ഷയെല്ലാം ബാധിക്കുന്നു. സൗദിയിൽ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ ഓയിൽ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യുന്നു, UAE അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ ബോർഡറിൽ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ സൗദിയുടെ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഒരു സമാധാനം ഇല്ലായ്മയാണ്. ഇതാണ് ഇറാന് കൊടുത്തൊരു പാഠം. ഇറാൻ ഇതോടുകൂടി പാഠം പഠിച്ചില്ലേ, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമില്ലാതാകും. കാരണം ട്രംപ് അധികാരത്തിൽ വന്നു. കാരണം അമേരിക്കൻ ബേസുകൾ ചുറ്റുമുണ്ട്. ട്രംപ് പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളാണ്. സൗദി അറേബ്യ അവരുടെ അലയൻസ് പാർട്ട്ണറാണ്. UAE ആയിട്ട് അതേ ബന്ധമാണ്. തീർത്തങ്ങ് കൈ കൊടുക്കും. അതോടുകൂടിയാണ് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞിരുന്നു, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംഭവം ഇസ്രായേൽ തിരിച്ചടിച്ച് കഴിഞ്ഞപ്പോൾ പിടികിട്ടി ഈ രാജ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഡെത്ത് അമേരിക്കയും ഡെത്ത് ഇസ്രായേലും പറയുന്നില്ലല്ലോ. അതൊക്കെയാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം. അതവിടെ പോയി. ഇതാണ് കിട്ടേണ്ട സമയത്ത് കിട്ടിയപ്പോൾ അവന് മനസ്സിലായി ഇത് അവൻ്റെ നെഞ്ചത്താണ് കിട്ടിയത്.
ആ രാജ്യങ്ങളും പോയി, പ്രദേശവും പോയി, എവിടെയും അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് പരമാധികാരം കൊടുത്തു. അത് അമേരിക്കയ്ക്ക് മാത്രമാണ് പരമാധികാരം എവിടെയും പോയി അടിക്കാൻ, കാരണം അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതേപോലെ മിഡിൽ ഈസ്റ്റിൽ എവിടെയും പോയി ബോംബിടാൻ ഇസ്രായേലിന് അധികാരം. അതാണ് ഈ ട്രീറ്റ്മെൻറ്റ്, ഈ ട്രീറ്റിയായിട്ട് വരുന്നത്. അതാണ് അവസാനം ഈ പൊട്ടന്മാർ കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അതായത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഇസ്രായേലിന് എവിടെയും പോയി ബോംബിടാം മിഡിൽ ഈസ്റ്റിൽ. അതാണ് കാണിച്ചു കൊടുത്തത്, അതിന് അധികാരം കൊടുത്ത്. അതാണ് ട്രീറ്റ്. അതാ ഇസ്രായേലി ഫോഴ്സിന് എവിടെയും കയറാം. ഇതാണ് അൾട്ടിമേറ്റായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് വാറുമായിട്ട് കിട്ടിയ സമയം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്ന് ഇസ്രായേൽ ഇറാനെ അടിക്കും അന്നോട് ഈ വാറിൻ്റെ ഒരു പരിസമാപ്തിയാകും. ലെബനുമായിട്ട് ഇതുമായിട്ടൊക്കെ ധാരണയാകും. ബാക്കിയെല്ലാം വളരെ സമാധാനത്തോട് മുന്നോട്ട് പോകും. അതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ മിലിഷ്യ ഓപ്പറേഷൻ ചിലപ്പോൾ ഇതോടുകൂടി അങ്ങ് തീരും. ആ രീതിയിലാണ് മുൻപോട്ടുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറിൻ്റെ ഡിസ്കഷൻ, നമ്മൾ ഓരോ ഡെവലപ്മെൻറ്റും കാണാൻ സാധിക്കുന്നത്.